ജനങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ച്, ജനങ്ങൾ നേരിടുന്ന വലിയൊരു ക്രൂരതയെക്കുറിച്ച്, ക്രൂരത എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തലസ്ഥാനമായി തന്നെ കണക്കാക്കുന്ന കാസർഗോഡ് ടൗണിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലാണ്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കഥ എനിക്ക് പറയാനുണ്ട്. അതിന് മുൻപ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ടാങ്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. 8 ഹോട്ടലിൻ്റെ മലിനജലം ഒഴുകി വരുന്ന ഈ ഒരു ടാങ്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 3 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും ഏകദേശം 2 മീറ്റർ ഡെപ്തുള്ള നമ്മളെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു ടാങ്ക് ഇവിടെ സ്ഥാപിക്കുകയും അതിലേക്ക് 8 ഹോട്ടലുകളിലെ മലിനജലം ഒഴുകി വരുമ്പോൾ കാണാവുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ടാങ്ക് നിറഞ്ഞു പറഞ്ഞ് കവിഞ്ഞ വെള്ളമാണ് ഈ പുറത്തുകൂടെ ഒഴുകി. നിങ്ങളിപ്പോൾ ദൃശ്യങ്ങൾക്ക് കാണാൻ സാധിക്കും. വെള്ളം ഈ തുളുമ്പി വരുന്നത് കാണാൻ സാധിക്കും. ഈ തുളുമ്പി സ്ലാബിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വെള്ളം പിന്നീട് ഒഴുകുന്നത് നേരെ റോട്ടിലേക്കാണ്. ഈ റോട്ടിൽ അതിൽ കൂടെ അതിന് മുകളിൽ വണ്ടികൾ പോകുന്നുണ്ട്. ഇവിടെയുള്ള യാത്രക്കാർ നടന്നു പോകുന്നുണ്ട്. ഷൂട്ട് യാത്രക്കാരനാണെങ്കിൽ വലിയ ഇതിൽ പേടിക്കാനില്ല. മറിച്ച് റബ്ബറിൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എലിപ്പനി വരാനും മഞ്ഞപ്പിത്തം വരാനും ഇങ്ങനെയുള്ള പല രോഗങ്ങൾ വരാനുള്ള വലിയൊരു സാധ്യത. കാരണം ഹോട്ടലിൽ നിന്ന് കഴുകിയ വെള്ളം, തുപ്പിയ വെള്ളം, പാത്രം കഴുകിയ വെള്ളം, ഇങ്ങനെയുള്ള സർവ്വ മലിനമായിട്ടുള്ള ജലമാണ് ഒഴുകി പോകുന്നത്. അതിനകത്ത് എത്ര അണുക്കൾ കാണുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇതിനു വേണ്ടി ശക്തമായി പോരാടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡ്രൈവർമാർ ഒത്തുകൂടിക്കൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിക്കെതിരായി കോടതിയിൽ ഇവർ കേസിന് പോവുകയും കോടതിയിലെ ഒരു ആ വിങ്ങിൽ പോയിട്ട് ഇവർ കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ വിധി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേസ് ഇപ്പോഴും കോടതി നടക്കുകയാണ്. ആ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കോടതി വിധി വന്നോട്ടെ. പക്ഷെ ആ കോടതി വിധി വരുന്നത് വരെ ഇവിടുത്തെ യാത്രക്കാർ എങ്ങനെ യാത്ര ചെയ്യും? അതുവരത്തേക്ക് ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും വേണ്ടേ? ദിവസവും ഇവിടെ നിൽക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഡ്രൈവർമാർ. ഇവർ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഏകദേശം 2-3 മാസങ്ങളായിട്ട് ഇവിടെ ഡംപിങ് നടന്നിട്ടില്ല. അതെങ്കിലും കൃത്യമായ ഒരാഴ്ചയിലോ എങ്ങനെയാണോ ഒരാഴ്ചയിൽ ഡംപ് ചെയ്താൽ മതിയില്ലേ? അല്ലേ? 10 ദിവസം, മിനിമം ഒരു 10 ദിവസത്തിനകമെങ്കിലും ഡംപ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ ശല്യം ഇവിടുത്തെ യാത്രക്കാർക്ക് സഹിക്കേണ്ടി വരില്ല. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ഇവിടുത്തെ ഈ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. ഇതിന് നിരന്തരം ദിവസവും കാണുന്ന ഇവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. ഇപ്പം എൻ്റെ പിന്നിലിരിക്കുന്നത് ഈ ഒരു വേസ്റ്റ്, അതായത് ഈ മലിനജലത്തിനെതിരെ ശക്തമായി പോരാടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഇവിടുത്തെ ഡ്രൈവേഴ്സിൻ്റെ അവർ രൂപീകരിച്ച ഒരു ആക്ഷൻ കമ്മിറ്റി ആളുകളാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യം ഇവിടെ തന്നെ ജലം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയതാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ വന്നിട്ട് നോക്കിയിട്ട് പോയതല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പത്രത്തിൽ കൊടുത്തു, പത്ര കട്ടിങ്, കാരവല്ല്, പിന്നെ ഇത് അങ്ങനെ പിന്നെ പത്രത്തിൽ കൊടുത്തിട്ട് ഒരിക്കൽ വന്ന് നോക്കി പോയി. അതിനുശേഷം നമ്മൾ ഒരു നടപടി എടുക്കാത്തത് കൊണ്ട് ഇവിടെ കുട്ടികൾ, പിന്നെ ബസ് കയറാൻ വരുന്ന ആൾക്കാർ എല്ലാം ഇതിലെ കൂട്ടിയിട്ട് നടന്നിട്ട് വരുന്നതാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് വരുന്ന അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഒരാൾ ആ വേസ്റ്റ് ഡബ്ബയിൽ വീണ കഥയും കൂടിയുണ്ട്. അത് തുറന്നു വെച്ചിട്ട് അതിലേക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇല്ല ഒന്നും ഇട്ടില്ല ഇടാതെ ഇല്ല. എന്നിട്ട് അതിലേക്ക് വീഴുന്ന സമയത്ത് നമ്മൾ കൈ പിടിച്ചതാണ്. വീണെടുക്കുന്നത് നമ്മൾ കൈ പിടിച്ചു, രക്ഷിച്ചു. അതിനുശേഷം പിന്നെ നമ്മളിത് കോടതിയിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അതിൻ്റെ FIR അതിൻ്റെ ഇതാണ് ഒരു അദാലത്തിന് വിളിച്ചതാണ്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് നമ്മൾ പിന്നെ അത് ടാങ്ക് ക്ലിയർ ആക്കാം, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. അത്ര ഈ മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്തിൻ്റെ ആൾക്കാർ അവിടെ വന്നിട്ടാകുമ്പോൾ നമ്മൾ ഇത്ര ദിവസത്തിൽ ശരിയാക്കാം അങ്ങനെ പറയുന്നതല്ലാതെ ഇത് ഒരിക്കലേക്ക് ക്ലിയർ ആക്കും. പിന്നെ അതിൽ വെള്ളം നിറയും. കാരണം ഇത് ഒരു ഓയിൽ പശ അതിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് ഇറങ്ങിപ്പോകുന്നില്ല. അത്
ഇത് റോഡിലേക്ക് വരുന്നുണ്ട്. അത് എൻ്റെ ഇത് ആവി പോകാത്തത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ ശരിയാക്കാൻ തന്നെ ഒരു പ്രാവശ്യം ക്ലിയറാക്കി. അതിനുശേഷം ഇപ്പോൾ ഒരു 2 മാസമായി ഒന്നും അനങ്ങിയിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഒരു മാറ്റമില്ലാതെ ഇപ്പോൾ 2 മാസം മുമ്പിലാണ്. അതിനുശേഷം യാതൊരു മാറ്റമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു 3 മാസമായിരുന്നു. അതിപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കുട്ടികളെല്ലാം നടക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഈ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടില്ല ആ വീഡിയോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പം നമുക്കിത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് വേണ്ടത്. കാരണം ഇത് വൈകുന്നേരം ആയെങ്കിൽ കൊതുകുകളെ ശല്യം, പിന്നെ ഇവിടെ ആർക്കും വണ്ടി വെക്കാൻ പറ്റുന്നില്ല. കുറേയൊക്കെ അസുഖമായിട്ട് കുറച്ച് വയസ്സായ ആൾക്കാർ ഓട്ടോ ഓടിക്കുന്ന ആളുണ്ട്, ഒരു 50-55 വയസ്സായ ആൾക്കാർ. അവരെല്ലാം വൈകുന്നേരം നമ്മൾക്ക് വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഒന്നാമത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കൂടിയില്ല, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. കോടതിയുടെ വിധി ജഡ്ജ്മെൻറ്റ് അത് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ആ കോടതിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിൽ കാണും, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. വീണ്ടും ഇത് ക്ലിയർ ആക്കിയിട്ട് വെക്കണം. കാരണം ഇത് ഡംപ് ചെയ്യാൻ രീതിയിൽ ഡംപ് ചെയ്യുക, ഇത് ആദ്യം ഇതിന് ശാശ്വതമായിട്ട്. അല്ല, ഇത് ഏറ്റവും ചെറിയ കുഴിയാണ് അതിലുള്ളത്. കുഴിച്ചിട്ട് എത്ര കാലമായി എന്നറിയാവോ? 2 വർഷമായി. നമ്മൾ ഈ 2 വർഷമായി കോടതിയുടെ സമയത്ത് പറഞ്ഞില്ലായിരുന്നു ഇതിന്റെ അളവ്? ഞങ്ങൾ പറഞ്ഞിരുന്നു. ഉണ്ടായിരുന്നു. അതെ അത് ആ സമയത്ത് താൽക്കാലികമായിട്ട് പറഞ്ഞതാണ്. താൽക്കാലികമായിട്ടാണ് നമ്മൾ ഇത് മാത്രം പിന്നെ ഞങ്ങൾ മാറ്റുന്നു. ഇത് പക്ഷേ നമ്മൾ ഈ ഹൈവേയുടെ വർക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു, അതായത് നമ്മളും തൊഴിലാളികൾ ഹോട്ടലിൽ പണിയെടുക്കുന്നതും തൊഴിലാളികൾ. അപ്പോൾ ആ തൊഴിലാളികൾക്ക് ജോലിയില്ലാതായി കഴിഞ്ഞെങ്കിൽ ഏത് രീതിയിലാവും? അവരുടെ വീട് പട്ടിണിയാവും. അതുകൊണ്ട് നമ്മൾ ഇതിന് സമ്മതിച്ചതാണ് ഇവിടെ ഇങ്ങനൊരു ഇത് ചെയ്യാതെ. അതുമല്ലാതെ ഇതൊരു കേസിലുള്ള സ്ഥലവും കൂടിയാണ്. കാരണം ഇവിടെ ഈ ഏരിയ ഇത് കേസിലുള്ള സ്ഥലം. പണ്ട് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് ഹൈക്കോടതിയിൽ സ്റ്റേ വന്നൊരു സ്ഥലം കൂടിയാണ്. അങ്ങനത്തെ സ്ഥലത്തും കൂടിയാണ്. അതെന്തോന്നറിയില്ല നമുക്ക്. പക്ഷേ ഇത് അതിനുശേഷം പിന്നെ ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഇപ്പോൾ ഒന്നും നമ്മൾ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്ക് മെയിൻ പ്രശ്നം അതൊന്ന് ക്ലിയർ ആക്കി തരണം. നമ്മളെല്ലാം തൊഴിലാളികളായതുകൊണ്ട് ഞാനൊരു 15 വർഷത്തോളമായി. എന്നെക്കാട്ടി മുമ്പിൽ 30 വർഷം 40 വർഷമായ ആൾക്കാർ ഇവിടെ ടാക്സി ഓട്ടുന്നുണ്ട്. 15 വർഷത്തിൽ പുതിയ ആൾക്കാരാണ് നമ്മൾ, പഴയ ആൾക്കാരല്ല. നമ്മൾ പുതിയ ആൾക്കാരാണ്. അന്നെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണമെന്നില്ല. അതായത് സമൂഹത്തിന് നമ്മളെ കൊണ്ട് എന്താണെന്ന് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇനി ഇടപെട്ടുകൊണ്ടില്ലത്. ഓരോരോ കാര്യത്തിന് നമ്മൾ ഇടപെട്ടുകൊണ്ടുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തൊന്നും പിന്നെ യാതൊരു നടപടിയും ഇതുവരെ കാണുന്നില്ല. ഇവർ കുറേ കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യം? ജനങ്ങൾക്കൊരു ഉപകാരം വേണ്ടേ? ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിലല്ലേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റും. തലസ്ഥാന അതെ. ഇപ്പോൾ ഒരു പോയിന്റും കൂടി അറിയാം. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ അവർ വെളിച്ചം കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നുണ്ട്. അവിടുന്ന് ഈ നമ്മളെ സിറ്റി ടവറിന്ന് പയോ സ്റ്റാൻഡ് സോളാർ ലൈറ്റ് അന്ന് കത്തിയതല്ലേ പിന്നെ കത്തിയിട്ട് അപ്പോൾ വെളിച്ചം കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നുണ്ട്. ഇതാ വെളിച്ചമില്ലാതെ മാസങ്ങളായി. ഇത് എത്ര വർഷത്തിന്റെ പ്രോജക്റ്റാ? അത് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വർഷമായി ഇത് വെച്ചിട്ട്? 1 വർഷം മറ്റായി. പക്ഷേ ഇതുവരെ അത് ഒരിക്കൽ എസ്റ്റിമേറ്റ് കണക്ക് എത്ര പൈസ കാണും? അത് നമുക്ക് അറിഞ്ഞൂടാ. അത് മറ്റേ ഇവരല്ലേ കമ്മീഷനിൽ പോകേണ്ടി വരും. നമുക്കറിയണമെങ്കിൽ നമുക്ക് 1.5-2 ലക്ഷം. 1.5-2 ലക്ഷം കൂടുതൽ വരും. എൻ്റെ ഒരു 10 ലക്ഷം വരെ. അല്ല, എത്ര പൈസ ആയെങ്കിലും സാരമില്ല. പക്ഷെ അത് കത്തണ്ടേ, അത് ഉപയോഗിക്കാൻ പറ്റണ്ടേ ജനങ്ങൾ. എത്ര കാലം കത്തി? ആകെ 1 മാസം, 2 മാസം. പിന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഡ്രൈവറെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. 1 മാസം കത്തി കൃത്യമായി. അപ്പൊ അതിനുശേഷം കംപ്ലൈന്റ് കൊടുത്തു ഇവിടെ ആരെങ്കിലും? പരാതിയെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം ഉണ്ട്. മാത്രം ഒരു കാര്യം നടക്കുന്നില്ല. കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യേണ്ട പണി എടുക്കുന്നില്ല. ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികളും ഓട്ടോ ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികളും മൊത്തം ഈ പരാതിയും കൊണ്ട് പോയിട്ട് ചെരുപ്പ് തഴിഞ്ഞതല്ലാതെ വേറൊരു ഗുണം ഉണ്ടായിട്ടാ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനിയും അത് നന്നാക്കിയില്ലെങ്കിൽ ഇപ്പൊ എത്ര വർഷമായി കത്താതിരിക്കുന്നു? ഒരു 5-6 മാസമായി. അല്ല, 6 മാസമായില്ലേ കത്താതിരിക്കുന്നു. ആ കത്താതിരിക്കുന്ന കാലം കൂടുന്തോറും
അത് നശിച്ചുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അവിടെ 2 പോസ്റ്റ് അത് നശിച്ചിട്ടുണ്ട്. അല്ല അത് വെളിയൊന്നും കത്തില്ലെങ്കിൽ സാറല്ലേ ഈ നാറ്റൊന്നും ശരിയായിട്ട് കിട്ടിയാൽ മതി. പദ്ധതി വീട്ടിലായിട്ട് കത്തിയില്ലെങ്കിൽ ഇതൊന്നും തീരുമാനമാക്കി തരണം അല്ലേ. ഇതൊന്നും ശരിയാക്കി തന്നെ നമുക്ക് നല്ല കാര്യം പറഞ്ഞേ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ച് നടക്കുന്ന പരിപാടിയേ ഉള്ളൂ. പല പ്രാവശ്യം പരാതി കൊടുത്ത് ഹെൽത്ത് ഇപ്പൊ ഇന്ന് ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഇന്നും കൂടെ വിളിച്ച് പറഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒട്ടും വിളിച്ചു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം ഒരേ ഓഫീസറെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞോട് കൃത്യമായിട്ട് അമ്പി ചെയ്യാറുണ്ട് എന്നുള്ള. വന്ന് കണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആൾക്കാർ വിളിക്കാന്ന് നാട്ടുകാർ മൊത്തം പറയുന്നത് നിങ്ങൾ പരാതി കൊടുക്കുന്നു. ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഒരു ഫലമില്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. കാര്യങ്ങൾ നടക്കുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവർ വന്നിട്ട് നോക്കുക. കാസർഗോഡ് അതായത് കേരളത്തിലെ 14ാമത്തെ ജില്ല, ജില്ലയുടെ തലസ്ഥാന നഗരിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. പറയാനുണ്ട് പറഞ്ഞു. ഇതിലെ കൂടിയാണ് ആൾക്കാരെല്ലാം നടന്നു വരുന്നുള്ളത്. അതിലെ കൂടിയാണ് ആൾക്കാർ ചവിട്ടിക്കൊണ്ട് വരുന്നത്. ആ വെള്ളമല്ലേ വേസ്റ്റ് വെള്ളമല്ലേ അതിന് ആരോഗ്യത്തിനും ബാധകം. അപ്പോൾ എല്ലാവർക്കും ബാധകം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏതെല്ലാം രോഗങ്ങൾ? അത് ഭയങ്കര സ്മെല്ലാണ് ആ വെള്ളം. ഒരു പാവപ്പെട്ടവൻ്റെ ഒരു കട ആണെങ്കിൽ എപ്പോഴെങ്കിലും അടിച്ച് ഇന്ന് അവന് ഫൈനാക്കട്ടെ. ഇത് ഒരു കാര്യം ചെയ്യാൻ പറ്റും. വിനാഗിരിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു തട്ടുകട അടപ്പിക്കുന്ന ആരാണ് ഹെൽത്ത്. ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് അടക്കാത്തത്. ഇത് പ്രൈവറ്റ് ഒരു വ്യക്തിൻ്റെ ഒരു ബിൽഡിംഗ് എപ്പോഴേ ഇത് പൂട്ടിക്കുകയായിരുന്നു. വർഷം ഈ ബസ് സ്റ്റാൻഡ് വർഷം വരെ നിലനിന്നല്ലേ, അതല്ല അത്ഭുതമാണ്. പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മൾക്ക് ഇതൊന്ന് ശരിയാക്കി തരണം. നിങ്ങൾക്കിപ്പോ നിലവിൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്ക്, ലൈറ്റ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. രാത്രിയുടെ ഇരുട്ടാണോ? രാത്രിയുടെ ഫുള്ള് കൂരിട്ടാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടോ? 7 മണി കഴിഞ്ഞ് മതി ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം അറിയൂ ഇവിടെ എങ്ങനെ ഉണ്ട് നേരത്ത്. സാമൂഹ്യ വിരുദ്ധർ, കള്ള്, കഞ്ചാവ് എല്ലാം. പോലീസുകാരെ പെട്രോളിംഗ് ഒന്നുമില്ലേ? അത് ഈ ഭാഗത്തിൽ, ആ ഭാഗത്ത് മാത്രം പോലീസുകാരെ പെട്രോളിങ്. ഈ ഭാഗത്തൊക്കെ ആരും വരുന്നുണ്ട്. ഭയങ്കര കുഴപ്പമാ. ഭയങ്കര കുഴപ്പമില്ല. വെള്ളം അടിച്ച് വന്നിട്ട് ഭയങ്കര കുഴപ്പം തന്നെ ഇവിടെ. ഇന്നലെ കൂടി അവിടെ അടി നടന്നാണ്. അപ്പോൾ ഈ ലൈറ്റ് എന്നുള്ളത് ഇവിടെ ഒരു അക്രമം നടന്നു വിചാരിക്കുക, നടന്നതിന് ശേഷം ഇത് നന്നാക്കും. പോലീസ് വന്നിട്ട് ഒരു കാര്യമില്ല. പ്രതി എത്തേണ്ട അടുത്ത് എത്തിയിട്ടില്ലല്ലോ. നമുക്ക് വേണ്ടത് കിട്ടൂലല്ലോ. അക്രമം നടക്കണമെന്നാ പറയണത്. നടക്കുന്നുണ്ട്. ഇന്നലെ നടന്നില്ല. അത് കാണിച്ചേ. ശരിക്കും പറഞ്ഞാൽ ആ വരുന്ന പാസഞ്ചേഴ്സ് അവർക്ക് ആ വെള്ളം എന്താന്ന് പോലും അറിയാം. അവർ വിചാരിക്കുക മഴവെള്ളം എന്നായിരിക്കും. മഴയുടെ വെള്ളം നല്ലതായിരിക്കും അവർ വിചാരിക്കുന്നത്. ഹോട്ടലിലെ വെള്ളം ഒന്നും അറിയത്തില്ല. അത് എത്ര കഷ്ടപ്പെട്ടാണ് കടന്നു വരുന്നത് നോക്കൂ. അത് സുഹൃത്തുക്കളെ, അത് ഈ ലൈറ്റിനൊരു കോമഡി ഞാൻ പറഞ്ഞേക്കാം. ഈ ഒരു ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ലൈറ്റ് സ്ഥാപിക്കുന്നതിനേക്കാൾ കൂടുതൽ പഴക്കമുള്ള ഒരു മരത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഒരു മരമുള്ള കാര്യമോ, ഈ മരത്തിൽ നിന്ന് കൊമ്പുകളും ഇലകളും ഉള്ള കാര്യമോ ഇവിടെ സ്ഥാപിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇത് എന്തിനാണ്? ഇത് മരത്തിന് എന്താ പറയുക, ഇലകൾക്ക് അതിന് ഒരു രാത്രിയാവണ സമയത്ത് സൂര്യപ്രകാശത്തിന് വേണ്ടി ആ ഒരു തരത്തിൽ അങ്ങനെ വല്ല ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ മരത്തിന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണിത ലൈറ്റാണോ ഇത്? ഇത് ആ കാക്കകൾക്ക് വേണ്ടിയിട്ടാണോ? ഇനി കാക്കകൾക്ക് രാത്രി ലൈറ്റിന് വേണ്ടിയിട്ടാണോ? എനിക്കറിയേണ്ടാന്ന് ചോദിക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്കാണ് ലൈറ്റ് ആവശ്യമെങ്കിൽ ബുദ്ധിയുള്ള ആരെങ്കിലും മരത്തിൻ്റെ ശില്ലകൾക്കിടയിൽ കൂടെ ഒരു പോസ്റ്റ് സ്ഥാപിക്കുമോ? ഇത് ഇവർക്ക് പറ്റിയ മണ്ടത്തരമാണോ? ഇനി ഈ ഒരു ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ഈ മരം ഇവിടെ ഇല്ലാതിരുന്നിട്ടാണോ? മരം എവിടെയെങ്കിലും അല്ല എവിടെന്നെങ്കിലും വേര് വലിച്ച് അറുത്തിങ്ങോട്ട് കൊണ്ട് നട്ടതായിരിക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം. ഇപ്പം എന്തായാലും ലൈറ്റ് കത്തുന്നില്ല, നിലവിൽ കത്തുന്നില്ല അല്ലേ? നിലവിൽ ഇപ്പോൾ സർവീസ് ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇരുട്ടിനകത്ത് ഇവിടെ കള്ള്, കഞ്ചാവ് എന്നിങ്ങനെ പലതരത്തിലുള്ള സോ കോൾഡ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ള ഒരു സ്ഥലം. കാരണം അത്ര ഇരുട്ടാണ്. ഈ ഇരുട്ടിലാണ് ഇവിടെ പല അക്രമവും നടക്കുന്നത്. ഈ ഇരുട്ടിനകത്ത് ഏതെങ്കിലും ഒരുത്തിനെ കുത്തിക്കൊന്നാൽ അപ്പോൾ വരുമോ ലൈറ്റ് സ്ഥാപിക്കാൻ? അപ്പോൾ വരുമോ നടപടിയെടുക്കാൻ? ഈ കാണുന്ന ഇപ്പം നിങ്ങൾ ഈ നിലത്ത് കാണുന്നതൊക്കെ ഈ സ്ലാബിൽ നിന്ന് പൊട്ടി ഒലിച്ചു വന്ന വെള്ളമാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ മുകളിൽ കൂടെ വണ്ടിയൊക്കെ പോണത് നോക്ക് നിങ്ങൾ. ആളുകൾ നടന്നു പോകുന്നു, പാസഞ്ചേഴ്സ് നടന്നു പോകുന്നു. ഓട്ടോ സ്റ്റാൻഡ് കിടക്കുന്നത് ഈ ഒരു മലിനജലത്തിൻ്റെ മുകളിലാണ്. ഇത് നിത്യവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മലിനജലത്തിൻ്റെ നാറ്റം സഹിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല.
അവർ സ്റ്റാൻഡ് ഇതാണ്, സ്റ്റാൻഡ് അവർക്ക് നിലനിൽപ്പ് മാറ്റാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇവർക്ക് എൻ്റെ മൈക്കിൻ്റെ കേബിൾ പോലും ഇപ്പോൾ ഈ ചളിക്കകത്ത് വലിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടോ തൊഴിലാളികൾ ദിവസവും ഇതിന് നാറ്റം സഹിക്കുമ്പോൾ അതും കൊണ്ടും രോഗങ്ങളുണ്ടാകാൻ സാധ്യതയില്ലേ? ഇവർക്ക് എന്തൊക്കെ രോഗങ്ങൾ വരും? ഇത് അവിടെ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം പിന്നെ നേരെ പോകുന്നത് റോഡുകൾക്ക് ഏകദേശമുള്ള ഡ്രൈനേജിലേക്കാണ്. ഈ ഹോട്ടലിലെ ആയിരക്കണക്കിന് ആൾ തുപ്പിയതും കൈയായിട്ട് വെള്ളം പോകുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ ഒഴുകിപ്പോയി പുഴയിലോ തോട്ടിലോ പോകുന്നു, അവിടെ നിന്ന് ആരെങ്കിലും കുളിക്കുന്നു, അവിടെ നിന്നും വരും. ഇത് വല്ലാത്തൊരവസ്ഥയാണത്. ഞാൻ പറഞ്ഞു വന്നാൽ ഒരുപാട് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവർ കൃത്യമായിട്ടൊരു പരിഹാരം നോക്കൂ. ഈ പാസഞ്ചേഴ്സൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഇത് ഹോട്ടലിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നുള്ളത്. അവർ വിചാരിക്കും ഇവിടുത്തെ വല്ല കേരള വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് വല്ല പൊട്ടിയെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. സത്യാവസ്ഥ അവർക്കും അറിയില്ലല്ലോ. എന്തായാലും ഇതൊരു നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ആ ഡ്രൈവർമാർ അതേറെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യം മുനിസിപ്പാലിറ്റി കാര്യമായി ചെയ്തേ പറ്റും. ചെയ്യാൻ നേരത്തെ ഈ കണ്ടില്ലേ വെള്ളം, ചീത്തവെള്ളം, അഴുക്കുവെള്ളം, മലിനീകരണം, അണുക്കൾ, രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുനിസിപ്പാലിറ്റി കാണുന്നില്ലേ? ഇത് കൊല്ലങ്ങൾ 25-30 കൊല്ലമായി ഈ വർഷം. എന്താ ചെയ്യാത്ത? ഇതിനു വേണ്ടി കോടതി പോയി ഇന്നൊന്നും പറയാൻ കാണാത്തതുകൊണ്ട് വല്ലാത്ത വിഷമമുള്ളത്. ഇത് നമുക്ക് കഥ ഇത് ഈ ഡ്രൈവേഴ്സിൻ്റെ പ്രശ്നം മാത്രമല്ല. ഇവർ നോക്കി കാണുന്നത് ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിൻ്റെ അവരുടെ വിഷമം കൂടി മനസ്സിലാക്കിയിട്ടാണ്. അവർ ഈ വെള്ളം ചവിട്ടിയിട്ടാണ്, കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ, ഈ വെള്ളം ചവിട്ടിയിട്ടാണ് അവർ പോകുന്നത്. അവർക്കറിയില്ല അവർ ചവിട്ടുന്ന വെള്ളം തുപ്പിയതും കഴുകിയതും ആയിട്ട് വെള്ളം എന്നുള്ളത്. എന്തായാലും ഇവരുടെ ഈ പ്രശ്നത്തിന് തക്കതായിട്ടുള്ള ഒരു പരിഹാരം വേണം. അതിപ്പോൾ ഡംപിങ് അല്ലാതെ വേറൊരു പരിഹാരം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും മുനിസിപ്പാലിറ്റിയും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ സ്ലാബിൻ്റെ മുകളിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മുകളിൽ കൊതുകുകൾ മുട്ടയിട്ട് കിടക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലൊരു ചിരട്ടയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തുകാരും അതൊന്ന് ഫൈൻ അടക്കുകയും അല്ല ഹരിതസേന വന്നിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. ഇവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് എന്തേ ഫൈനിൽ ഇതൊന്നും ബാധകമല്ലേ? മുനിസിപ്പാലിറ്റിക്ക് ഇത് ബാധകമല്ലാതാവുന്നുണ്ടോ? ഞാൻ ആ മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയാനോ അവരെ തള്ളിപ്പറയാനോ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ മനസ്സിലാക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി തയ്യാറാവണം. മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്താൻ ഞാൻ നിൽക്കുന്നില്ല. ഇവരാരും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അവരവരുടെ പ്രശ്നങ്ങളും വികാരങ്ങളും പറഞ്ഞു എന്ന് മാത്രം. ഇതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ നിന്നൊരു ലേസ് കഴിച്ചിട്ട് കവർ എവിടെ കളയണം, ഞാൻ മേടിച്ച കട എനിക്ക് മറന്നുപോയി. അപ്പോൾ കവർ എവിടെ കളയണം നോക്കുമ്പോൾ ഒരു വേസ്റ്റ് ബിന്ന് പോലും, ഞാൻ അധികം അങ്ങോട്ട് പോകണില്ല, സ്ത്രീകളുണ്ട്, അവർ പ്രൈവസിക്ക് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് ഫ്ലോർ ഇപ്പോൾ കാണാൻ സാധിക്കുമല്ലോ, ഫ്ലോർ കാണാൻ പറ്റില്ലേ? ഒരു വേസ്റ്റ് ബിന്ന് പോലും ഇവിടെ ഇല്ല. ഭാഗ്യത്തിന് കുപ്പി കളയാനുള്ള സാധനം മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. ഏത് കുപ്പി? നമ്മൾ പെപ്സിയോ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ കളയാനുള്ള ഇത് ഭാഗ്യത്തിനുണ്ട്. ബാക്കിയുള്ള വേസ്റ്റൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യും? മേടിച്ച കടയിൽ ഇവിടുത്തെ എല്ലാ കടക്കാരുടെ വേസ്റ്റ് ബിന്ന് കിടക്കുന്ന അവർ കടയ്ക്കകത്താം. അവരുടെ കടയത്തെ സാധനം മാത്രമേ അവരുടെ വേസ്റ്റ് ബിന്ന് അവരെടുക്കത്തുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വല്ല സാധനം കൊണ്ട് നമ്മൾ പിന്നെ ഇടാൻ പോകുന്നത് ഈ ഫ്ലോറിലാണ്. അപ്പോൾ ഫ്ലോർ വൃത്തികേടാവും. ഒരു വേസ്റ്റ് ബിന്ന് വെച്ചാൽ ഫ്ലോർ വൃത്തിയായിരിക്കത്തില്ലേ? ഇതും കൂടി ചെയ്യാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി തയ്യാറാവണം. ഇവർ ഈ പറഞ്ഞ പോലെ ഇവിടെ പല രോഗത്തിനും ഇടയാക്കാൻ സാധ്യതയുള്ള ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന 8 ഹോട്ടലിൽ നിന്ന് വരുന്ന ജലം ആയിരക്കണക്കിന് ആളുകൾ തുപ്പിയ, ആയിരക്കണക്കിന് ആളുകൾ കഴുകുക, അതിലെത്ര രോഗികളുണ്ടാവാം? പലതരം രോഗങ്ങളുള്ള ആളുകൾ കഴുകുക, പല പല രോഗികൾ തുപ്പിയ, അങ്ങനെ പാത്രം കഴുകിയ, അങ്ങനെ പല തരത്തിലുള്ള ആയിട്ടുള്ള മലിനജലമാണ് ഈ സ്ലാബിൽ നിന്ന് പൊട്ടി ഒലിച്ച് പുറത്തോട്ട് വരുന്നത്. ഇത് തികച്ചും അപകടമാണ്. ഇനി ഇതിനൊരു നടപടി എടുക്കുന്നെന്നാ? ഇത് ഏതെങ്കിലും രോഗം ബാധിച്ച് ഏതെങ്കിലും പാവം മരിക്കണോ? എന്നിട്ട് വേണം നിങ്ങൾക്ക് നടപടി എടുക്കാൻ? അതുവരെ കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ. ഇവിടെ നിന്ന് ഷവർമ കഴിച്ചു കൊടുത്ത് മരിച്ച സമയത്ത് എല്ലാ ഷവർമ കടയും കൂടി പൂട്ടിച്ചു. മന്തി കഴിച്ച് മരിച്ച ഒരാൾ മരിച്ചപ്പോൾ എല്ലാ മന്തി കടയും പൂട്ടിച്ചു എന്ന് പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നടപടി എടുക്കുന്ന ഈ ഒരു ശീലം മാറണം. ഒരാൾക്ക് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്യുക, അതിന് കൃത്യമായി നടപടി എടുക്കുക എന്നല്ലേ ചെയ്യേണ്ട കാര്യം. മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്താൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിന് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മുനിസിപ്പാലിറ്റിയും കൂടി ഇതിന് പരിഹാരം നൽകണം.
നിലവിൽ ഇവർ കോടതിയിൽ ഇവരുടെ കേസ് നടക്കുന്നുണ്ട്, അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വരാത്ത രീതിയിൽ. അതുകൊണ്ട് കൂടുതൽ ആ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഇവർ ടാങ്ക് വലിപ്പം കൂട്ടുന്നതിൻ്റെ കാര്യത്തിലോ ടാങ്കിൻ്റെ സ്ഥലം മാറ്റുന്ന കാര്യത്തിലോ നമുക്കിപ്പോൾ അഭിപ്രായം പറയാൻ സാധിക്കില്ലെങ്കിലും വെള്ളം പുറത്തു പോകാതിരിക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ അതിന് നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് വന്നുകൊണ്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും കൂടെ ഈ വെള്ളം ഡംപ് ചെയ്യുക എന്നുള്ളതാണ്. അത് ശരിക്കും 10 ദിവസത്തിനുള്ളിൽ മിനിമം ഒരു 10 ദിവസത്തിൽ നിങ്ങൾ ചെയ്യണം. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും ഇത് ഇന്നേ വരെ അവർ ഡംപ് ചെയ്യാൻ വന്നിട്ടില്ല. തൊട്ടുമുമ്പ് ഞാനൊരു ഓഫീസറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു കൃത്യമായി ഡംപ് ചെയ്യാറുണ്ടെന്നോ നോക്കുന്നുണ്ടെന്നോ അതിനെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നോ അത്തരത്തിലുള്ള മറുപടിയാണ് നൽകിയത്. അങ്ങനെ അല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മലിനജലം എടുത്ത് ഡംപ് ചെയ്തും പോരാണ്ട് പുറത്ത് കിടക്കുന്ന ഈ മലിനജലത്തിൽ മണ്ണ് മൂടിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ദിസ് ഇസ് മാക്സ് സൈനിങ് ഔട്ട്, ചാനൽ റെഡ്.